നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ പ്ലാന്റിൽ നിന്നുള്ള കടുത്ത ദുർഗന്ധം കാരണം പെരുന്നാൾ പ്രാർത്ഥനകൾ പോലും തടസ്സപ്പെട്ടതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ചേലക്കര MLA UR പ്രദീപിന്റെ കർശന നിർദ്ദേശപ്രകാരം പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. സ്ഥലത്ത് ദുർഗന്ധമില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നിലപാട് സ്വീകരിച്ചത് വാക്കുതർക്കത്തിന് ഇടയായ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനം ശാശ്വതമായി നിർത്തലാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ആവശ്യപ്പെട്ടു. വനിതാ നേതാവിന് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ മണ്ഡലം കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ CPI ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ 7 പേർ കൂട്ടരാജിവെച്ചു. ആരോപണ വിധേയരെ സംരക്ഷിക്കുകയും നടപടി ആവശ്യപ്പെട്ട OK ശശി, ES മുരളി എന്നിവരെ തരം താഴ്ത്തുകയും ചെയ്ത നേതൃത്വത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഈ രാജിയെന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഇതേ വിഷയം ഉന്നയിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടങ്ങോട് മില്ല് ബ്രാഞ്ചിൽ നിന്നും 11 പേരും എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ 12 പേരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കി ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ചെറുതുരുത്തി പൈങ്കിളം റോഡ് 1-ാം മൈൽ നസ്രത്തുൽ ഇസ്ലാം മസ്ജിദിലും ചുങ്കം ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം ഭക്തിസാന്ദ്രമായി നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഇരു മസ്ജിദുകളിലും നിസ്കാരത്തിന് ശേഷം പ്രായഭേദമന്യേ എല്ലാവരും പരസ്പരം ആശംസകൾ നേർന്നും ആലിംഗനം ചെയ്തും പെരുന്നാൾ സന്തോഷം പങ്കുവച്ചു. തൃശൂർ അമല നഗറിൽ അമല ആശുപത്രിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് വലിയ പരിഭ്രാന്തി പരത്തി. നെടുമങ്ങാട് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന ബസ്സിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ ബസ് നിർത്തിച്ച് യാത്രക്കാരെ പുറത്തിറക്കുകയും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീയണയ്ക്കുകയും ചെയ്ത നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കി.